ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം സോമ. വെൽക്കം ടു മൈ തേർഡ് യൂട്യൂബ് വീഡിയോ. അപ്പോൾ ഗൈസ്, എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് സ്ലോ ആയിപ്പോയി. എന്താ ഉറക്കം ശരിയാവുന്നില്ല, ഫുഡ് ശരിയാവുന്നില്ല, വർക്കൗട്ടൊന്നും ശരിയാവുന്നില്ല. എനിക്കൊന്ന് ബിഗ് ബോസിൻ്റെ ഹാങ് ഓവറില്ല ഇപ്പോഴും. പക്ഷേ ഞാൻ ഒരു ഉറപ്പ് വരുന്നത് നമ്മൾ തിരിച്ചു വന്ന് ഫുൾ പവറിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഫുഡ് ബ്ലോഗ് ചെയ്യാം. കുറച്ച് നാടൻ ഫുഡ് നമ്മൾ തിരുവനന്തപുരത്ത് തന്നെ അത് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകാം. അപ്പം അതിനു വേണ്ടി നിങ്ങൾ കാത്തിരുന്നോ. സോ സ്റ്റേ ട്യൂൺഡ്. സമയം റെഡി അല്ലേ? പിന്നെ അല്ലാതെ വിശന്ന് പോയേ. പക്ഷെ ആദ്യം നമുക്ക് നമ്മുടെ ഒരു ഫ്രണ്ടിനെ പോയി കാണാം. അതെ, എന്നിട്ടാണ് ഇവിടെ പരിപാടി തുടങ്ങുന്നത്. അപ്പൊ സൗമ്യൻ, എന്തോ നമ്മൾ ഈ ജേണി എത്ര നേരം എടുക്കും? ഇത് ഇവിടുന്ന് എന്റെ വീട്ടിൽ നിന്ന് ഒരു 30-32 മിനിറ്റ്. ഇത് എവിടെയാ സ്ഥലം? ഇത് വെള്ളയാണി എന്ന് പറയും. വെള്ളയാണി ലേക്കൊക്കെ കേട്ടിട്ടുണ്ടോ? ഓ, ഞാൻ എന്തോ കേട്ടിട്ടുണ്ട്. മോൻ കോഴിക്കോട് ഏതാണ്, അതുകൊണ്ട് മോന് വലിയ പിടിയൊന്നുമില്ല തിരുവനന്തപുരത്തെ കുറിച്ച്. അതുകൊണ്ട് അത് ശരിയാണ്, ഡയലോഗ് ഒന്നും ഞാനിവിടെ ഡയലോഗ് ഒന്നും അടിക്കാൻ പോയിട്ടില്ല. ഓ, എന്നാലും ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ വെള്ളയാണെങ്കിൽ കാണാൻ പറ്റുക. വെള്ളയാണല്ല, അതന്നെ. അപ്പൊ നമ്മൾ അവിടെ നിന്ന് ആണ് ഫുഡ് അടിക്കുന്നത്. അതെ അതെ, അവിടെ നമ്മളൊരു കൂട്ടുകാരനെ കാണും. നമ്മളെ കൂട്ടുകാരന്റെ കൂടെ പോയി ഫുഡ് അടിക്കും. കൂട്ടുകാരനാണ് എന്നോട് ഈ സ്പോട്ട് പറഞ്ഞത്. ഒരു ഹിഡൻ ജെം ആണെന്ന് ആൾക്കാർ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല, ഞാനൊരു ഫുഡ് ബ്ലോഗറായ സ്ഥിതിക്ക് ഞാൻ അത് പോയി എക്സ്പ്ലോർ ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ എവിടത്തെ ഫുഡ് ബ്ലോഗറാണ്. അത് ശരിയാ, അതാണ്. യൂട്യൂബിൽ കുറച്ച് ഓക്കോഡ് ആണെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് ക്ഷമിക്കണം. ഇങ്ങനെ ചെയ്ത് ശീലമില്ലാത്തതാണ്, അതാണ് കാര്യം. പിന്നെ ആരും പേടിക്കണ്ട, ഞാൻ വണ്ടി നിങ്ങളെ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ ക്യാമറ നോക്കുന്നതേ ഇല്ല. എന്റെ ഫുൾ ഫോക്കസ് ഡ്രൈവിംഗിലാണ്. എന്റെ കണ്ണ് നോക്കി, എന്റെ കണ്ണ് എവിടെന്നെങ്കിലും മാറിയില്ല. റെസ്പോൺസിബിൾ ഡ്രൈവറാണ്. ഞാനൊരു റെസ്പോൺസിബിൾ ഡ്രൈവറാണ് ഗൈസ്, തെറ്റിദ്ധരിക്കരുത്. എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നെങ്കിലും നല്ല സേഫ് ആയിട്ടേ ചെയ്യുള്ളൂ. വേണ്ടാത്ത റിസ്ക് ഒന്നും എടുക്കൂല. അത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഓ, ഇതാണ് അരവിന്ദ് ബ്രോ പറഞ്ഞ റോഡ് പണി. നോക്കിയേ ഗൈസ്. അപ്പൊ വണ്ടി പോസിബിൾ അല്ല? വണ്ടി എന്തായാലും ഈ വഴി പോവൂല. അവിടെ ബൈക്കേ പോവുള്ളു. 400 മീറ്റേഴ്സ് ഉള്ള നമുക്ക് നടന്നു പോവാം അങ്ങയുടെ വീട്ടില്. എന്നിട്ട് അങ്ങേരെ പോയി പൊക്കാം. ഈ സറൗണ്ടിങ് ഏരിയസ് നല്ല ചില്ലാണല്ലോ. അതല്ലേ വെള്ളയാണി. വെള്ളയാണി ലേക്ക് കേട്ടിട്ടില്ല? ഇല്ല, ആദ്യമായിട്ടില്ല. എന്നാലും ഇവിടെ സേഫ് ആയിരിക്കും അല്ലേ നമ്മളെ വണ്ടിയല്ല. ഇവിടെ ഒരു മൂലയിൽ ഇട്ടിട്ട് പോവാം. നല്ല സീനറി. അതല്ലേ, ഇതാണ് വെള്ളയാണി ലേക്ക്. വെള്ളയാണി ലേക്കിന്റെ ഒരു ഭാഗം, മനസ്സിലായില്ലേ? ഇവിടെയാണ് നമ്മളൊരു ഫുഡ് സ്പോട്ട് ഉള്ളത്. എൻ്റെ ഒരു ഭയങ്കര ക്ലോസ് ഫ്രണ്ട് ഉണ്ട്, അരവിന്ദ് എന്ന് പറഞ്ഞാൽ. പുള്ളിയെ മീറ്റ് ചെയ്യാനാണ് പോകുന്നത്. അപ്പം ഇപ്പം നിങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ റോഡ് പണി നടക്കുക. പുള്ളി എന്നോട് പ്രത്യേകം പറഞ്ഞ് ഈ വഴി വരരുത്, കോളം വഴി എന്തോ കട്ട് ചെയ്ത് വേണം. ഞാൻ കേട്ടില്ല. ഞാൻ ഗൂഗിൾ മാപ്സിനെ വിശ്വസിച്ച് അങ്ങ് നേരെ വിട്ട്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് വണ്ടി ഇവിടെ ഇടാം. ആപ്പാടെ 400 മീറ്റേഴ്സ് എന്തേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ കൂടെ നടന്നു പോകാം പുള്ളീൻ്റെ വീട്ടിൽ. പിന്നെ അറിയാലോ, എനിക്ക് കുറച്ച് വർക്കൗട്ടും ആക്റ്റീവായിട്ടുള്ള പയ്യനൊക്കെ ആയതുകൊണ്ട് നടക്കുന്നത് നല്ലത്. ഒരു 5 മിനിറ്റ് വോക്കുണ്ട്. ഇതാണ് നമ്മുടെ പാത. നോക്കിയേ, ഈ വഴി നമ്മൾ പോകണം. തെറ്റി അടിച്ചാൽ ഞാൻ നാറും, നീയും നാറും. അതുകൊണ്ട് നമുക്ക് കെയർഫുൾ ആയി നടക്കാം. ഫുൾ വണ്ടികളാണ്, നല്ല മഴയും ചെളിയും. സൗമ്യൻ സേഫ് ആണെന്ന് നമ്മൾ വിചാരിക്കുന്നു. അതാണ് അടുത്തൊരു ഓബ്സ്റ്റിക്കിൾ എത്തിയിട്ട് വെള്ളത്തിൽ കൂടെ വിചാരിച്ചേക്കാളും കടുപ്പമാണല്ലോ. ഷൂസ് ഇടണ്ടായിരുന്നു. ഇത്ര സിമ്പിളായിരുന്നു, ഇത്ര കഷ്ടപ്പെട്ടത്.
ചെറുതായി നനഞ്ഞു ഗൈസ്, പക്ഷെ പ്രശ്നമില്ല. നമ്മളും കൂടി ഗൈസ് നമ്മളിവിടെ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയിരിക്കുന്ന ഒരു ചേട്ടൻ നമുക്ക് റൈഡൊക്കെ തന്നല്ലേ. ഓ അതുകൊണ്ട് എളുപ്പമായി, ഇല്ലെങ്കിൽ ഇനിയും കുറെ ചെളിയും ചവിട്ടി വരേണ്ടി വന്നതാണ്. ഓ ഇതാണ് നമ്മുടെ പയ്യന്റെ വീട്. ആ പിന്നെ അല്ലാതെ ഇതാണ് നമ്മുടെ പയ്യന്റെ കാറ്. ഇനി പയ്യൻ എവിടെ? ഇതൊന്ന് തുറക്കടാ മോനെ. സാമാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനത് ആ ഡോറൊക്കെ തുറന്നതിൻ്റെ ഉള്ളിൽ കയറുകയാണ്. അരവിന്ദ് ബ്രോയുടെ നോക്കിയത് ആരാണ്? ഇതാണ് നമ്മൾ അരവിന്ദ് ബ്രോ. സംസാരിച്ചോണ്ട് കണ്ടിട്ടുണ്ട് ബിഗ് ബോസ്. ശരി ശരി. എന്റെ നല്ല സുഹൃത്ത് വരുമല്ലോ എപ്പോഴും. നമ്മള് കുറെ കാലം ബിഗ് ബോസിന് പോകുന്നതിന് മുമ്പ് കണ്ടു. അതെ ബിഗ് ബോസിന് പോകുന്നതിന് മുമ്പ് ഞാൻ അരുവിനെ കണ്ടിട്ട് സമാധാനമായിട്ട് ഇവരുടെ അടുത്ത് സംസാരിക്കാൻ പറ്റത്തില്ല. എന്ത് ചെയ്യാനാ, ഉള്ള സമയം നല്ലപോലെ യൂസ് ചെയ്യട്ടെ അരവിന്ദ് ബ്രോ. ഇതാണ് നമ്മുടെ പയ്യൻ അരവിന്ദ് ബ്രോന്റെ വീട്. എങ്ങനെയുണ്ട് ഗൈസ്? അടിപൊളിയല്ലേ? ഓക്കെ, പിന്നെ എന്തുണ്ട്? സുഖമാണോ? ഓ അപ്പൊ എന്താ നമ്മുടെ പരിപാടി? ചായ കുടിക്കാൻ പോവാം. എനിക്കെന്തോ നല്ല ചിക്കൻ ഫ്രൈ കിട്ടുന്ന സ്ഥലമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആ അതാണ്. കണ്ട, ഞാനൊരു ക്യാറ്റ് പേഴ്സൺ ആണ് അരവിന്ദ് ബ്രോ. അല്ല, ഞാൻ മെയിൻലി ഒരു ഡോഗ് പേഴ്സൺ ആണ്, പക്ഷെ പൂച്ചകളെ എനിക്കിഷ്ടമാണ്. ആ ഹലോ അരവിന്ദ് ബ്രോ, അപ്പൊ എന്താണ് നമ്മളെ പരിപാടി? ആദ്യം എന്താണ്? കട്ടൻ ചായ, ഉള്ളിവടയാ? എനിക്ക് വിത്തൗട്ട് ഷുഗർ. ആ ഈ വിത്തൗട്ട്, അതിപ്പോ ഇവിടെ വെച്ച വിത്തൗട്ട് ഷുഗർ. ഇനി ഒരു ഉള്ളിവട എടുക്കട്ടെ പോയി. സൂപ്പർ. ആഹാ നല്ല ക്രിസ്പി ഉള്ളിവട. ഇന്നാ പിടിക്കാറുണ്ട്, എനിക്ക് വരണം വേണമല്ലോ. ഇതെങ്ങനെയായിരുന്നു? നിങ്ങൾ സ്ഥിരം വരുന്ന സ്പോട്ടാണ് അത്? ആ ഇത് കണ്ടാലേ പറയാൻ പറ്റുന്നുണ്ട്. നല്ല നല്ല ഫ്രൈഡ് ടു ക്രിസ്പ്സ്. ഓക്കെ ഗൈസ്, ഞാനൊരു കാപ്പി വിത്തൗട്ട് ഷുഗറാണ് കുടിക്കുന്നത്. പക്ഷെ നോക്കിയേ, എൻ്റെ കയ്യിലൊരു ഉള്ളിവട ഉണ്ട്. എന്ത് ചെയ്യാന്? ഉള്ളിവട കണ്ടാൽ നമുക്കൊരു വീക്ക്നെസ് ആണ്. നമുക്കിനി ക്രിസ്പിനെസ് നോക്കാം ഉള്ളിവടേൻ്റെ. ഓ പഴയ പോലെ ചിപ്സിന്റെ സൗണ്ട് ഇഫക്റ്റ് ഇടുവോ? അതിന്റെ ആവശ്യമില്ല, ഇത് അത്ര ക്രിസ്പിയാണ്. അരുൺ ബ്രോ, നിങ്ങളെ ഫുഡ് സജഷൻസ് എല്ലാം നല്ല അടിപൊളിയാണ് കേട്ടോ. ആ അതാണ്, അത് ഞാൻ ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല നിങ്ങൾ ആരാണെന്നുള്ളത്. ഓജി ഫുഡ്. ആ ഓജി ഫുഡിക്ക് ഒരു കിടിലം ഒരു ബ്രാൻഡ് ഉണ്ട്, പുള്ളി അതിന്റെ ഒരു ഓണറാണ്. ആ അത് പിന്നെ പതുക്കെ സ്ലോ റിവീൽ. സിറ്റി പോകുമ്പോൾ ഇതുപോലെ ആൾക്കാർ എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടോ? അല്ല നാട്ടിൻപുറത്ത് കൂടുതലാണോ? ഞാൻ അത്രയ്ക്ക് സിറ്റിയിൽ ഇറങ്ങിയില്ലായിരുന്നു ബ്രോ ഇതുവരെ. അയ്യോ അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ, അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ആ ഇനി എന്താ നമ്മൾ ഇവിടെ എന്താ സംഭവം? എനിക്കിവിടെ ചേച്ചിയുടെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന പഴംപൊരി. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന? ട്രിവാൻഡ്രത്ത് ഇവിടെ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ. എന്തോ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന പഴംപൊരി? ഓ ഷേ, എന്നാ നമുക്ക് അതൊരെണ്ണം ട്രൈ ചെയ്യാം അല്ലേ? സാധാരണ നമ്മളെ സിറ്റിയിലൊക്കെ കുറച്ച് പാടാണോ വെളിച്ചെണ്ണ? ഞാൻ കണ്ടിട്ടില്ലല്ലേ? Everybody tries to just make ഓ പുറത്തെന്തോ പാം ഓയിലാണോ കൂടുതൽ? സൺഫ്ലവർ ഓയിൽ ഇടുമായിരിക്കും. നല്ല ചൂടോടെ ഫ്രഷ് ആയിട്ട് നമുക്ക് ഒരെണ്ണം എടുത്താലോ? അതെ അതെ, പഠിച്ചോണ്ടിരിക്കുന്നേ ഉള്ള. ഇത്ര നല്ല ഐറ്റം ഒക്കെ ഉണ്ടായിട്ട് നീ എന്റെ കൂടെ പാട്ട് പാടിയാ വായിക്കാം.
വിശേഷം സുഖല്ലേ? അയ്യോ ഇനി എന്താ നമ്മുടെ പരിപാടി? നമുക്കൊരു അടിപൊളി ഫുഡ് സ്പോട്ടിലോട്ട് പോവാം. എനിക്ക് നല്ല വിശപ്പുണ്ട് കേട്ടോ. യെസ്. ഇതുവരെ നമ്മൾ എന്തോ പഴംപൊരിയും കഴിച്ച് പിന്നെ ഉള്ളിവടയും കഴിച്ചു. അതാണ് ഇവിടെ ഒരു നല്ല ലോക്കൽ ഫുഡ് സ്പോട്ട് ഉണ്ട്. അധികം ആൾക്കാർക്ക് അറിയത്തില്ല. ഓക്കെ. ഇനി ആൾക്കാർ അറിയും. ആഹാ, സെറ്റ് സെറ്റ്. ആരും ബ്രോ നിങ്ങളെന്തോ മാച്ചയൊക്കെ ഉണ്ടാക്കൂ? അപ്പം അത് നമുക്കൊരു കോണ്ടന്റ് ആക്കാം. ഇത് സീനാണെന്ന് തോന്നുന്നില്ല. അതിനോട് പോണ്ട, അത് ആൽഫയാണ്. ആ പിന്നെ അത്രയ്ക്ക് പ്രശ്നമൊന്നും എടുക്കില്ലായിരുന്നു ബ്രോ. പൂച്ച മാന്തി. ഓ ഏ നമ്മൾ ഫുഡ് അടിക്കാൻ പോന്നേ. ബോധമൊന്നും ഇല്ലേ? കണ്ടുവിടെ 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 നല്ലോണം നോക്കിയേ. കുടിച്ചാലുണ്ടല്ലോ വയറ്റിൽ കിടക്കണം. ഇന്ന് വല്ലതും തുറക്കൂ. എന്താണ് ചങ്ങായി? മെക്കാനിസോ? എന്താണ് ചങ്ങായി? എന്ത് പറ്റി ചങ്ങായി? ഓക്കെ ആണോ? ഓക്കെ ആണല്ലോ അല്ലേ? സീറ്റ് ബെൽറ്റ് ഇടട്ടെ അല്ലേ? പിക്കപ്പ് ചെയ്യോ? അല്ല ഇത് കോപ്പി റൈറ്റ് ഒന്നും ഇല്ലല്ലോ അല്ലേ ഇതിന്? എങ്ങനെയുണ്ട്? അങ്ങനെ ഗൈസ് നമ്മൾ അരവിന്ദ് ബ്രോ പറഞ്ഞ ചിക്കൻ ഫ്രൈ കഴിക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ സ്പോട്ടിലെത്തി. അരവിന്ദ് ബ്രോയുടെ പയ്യന്മാരാണ് നമ്മളെ സ്പോട്ടിൽ കൊണ്ടുപോയതോ. അവിടെ ഒരു ബുള്ളറ്റ് ഇരിക്കുന്നുണ്ടോ? അവരാണ് നമ്മുടെ ബോയ്സ്. അവരാണ് നമ്മൾ ഈ സ്ഥലത്ത് കൊണ്ടുപോയി. ഇതാണ് സ്പോട്ട്, കൃഷ്ണ ഹോട്ടൽ. എന്തായാലും ഇനി വർക്കുമല്ലോ അല്ലേ? ഇനി നമ്മൾ വർക്കാൻ പോവല്ല. കണ്ടോ ഇതാണ് ചിക്കൻ ഫ്രൈ. പക്ഷെ അത്രയും സെറ്റ്. എടാ മോനെ. ഓ കൊതിയാവുന്നു. നല്ല മണം ഉണ്ടല്ലേ? ഭയങ്കര മണം. അപ്പൊ ഇതിന്റെ മോനെ അടിപൊളി നല്ല ചിക്കൻ ഫ്രൈ വർക്കുവാണ്. സംഭവം എന്ന് പറഞ്ഞുണ്ടല്ലോ, ഇത് വിഴിഞ്ഞം സ്റ്റൈൽ ചിക്കൻ ഫ്രൈ അവർ ചെയ്യുന്നത്. വിഴിഞ്ഞം സ്റ്റൈൽ ചിക്കൻ ഫ്രൈ എന്ന് പറയുന്നത് ഭയങ്കര സ്പൈസിയാണ് പൊതുവെ. പക്ഷേ ഇവിടുത്തെ വിഴിഞ്ഞം സ്റ്റൈൽ ചിക്കൻ ഫ്രൈ അത്രയും സ്പൈസി അല്ല. എനിക്ക് അത്ര സ്പൈസി ഫുഡ് ഇഷ്ടമല്ല. പക്ഷെ എന്നാലും എനിക്ക് വിഴിഞ്ഞം സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിൽ എരിവ് കുറവുമ്പോൾ എനിക്കിത് കൂടുതൽ ഇഷ്ടപ്പെടും. അപ്പം നമുക്ക് നോക്കാം. അരവിന്ദ് ബ്രോ പറയുന്നത് അടിപൊളിയാണ്, നമുക്ക് കണ്ടറിയാം. ഓക്കേ, അങ്ങനെ നമ്മൾ പൊടി ഇടുന്നു. നല്ല എരിവായിരിക്കുമല്ലോ. ഇതാണ് കേരളത്തിൻ്റെ സ്വന്തം ചിക്കൻ ഫ്രൈ, വിഴിഞ്ഞം സ്റ്റൈൽ ചിക്കൻ ഫ്രൈ. പക്ഷേ അക്കോർഡിംഗ് ടു അരവിന്ദ് ബ്രോ ഇത് ലെസ് സ്പൈസിയാണ്. അത് അത്യാവശ്യം സ്പൈസി കാണുള്ളൂ അല്ലേ? കിട്ടി, അടിപൊളിയായിട്ട് കിട്ടി. പൊറോട്ട കേരള പൊറോട്ട എടുത്തു ധൈര്യമായിട്ട് എടുത്തു അരവിന്ദ് ബ്രോ.
ഇത് ചില്ലി ചിക്കൻ്റെ ഗ്രേവിയാണോ ഇത്? സ്പൂൺ എടുക്കണം. മോനെ എത്തിപ്പോയി നമ്മുടെ ചിക്കൻ ഫ്രൈ എത്തി. ബ്രോനെ വിഷമുണ്ടോ? ഇപ്പം കഴിക്കാമേ. ഇത് മതിയാവും. കണ്ടിട്ട് കൊതിയാവുന്നു. എനിക്കൊന്നും പറയാനില്ല, എനിക്കൊന്ന് തിന്നാ മതി. അതാണ്, നമ്മളൊന്ന് സമാധാനത്തോടെ നീ ഒന്ന് കഴിക്കട്ടെ. ഡോക്യുമെന്റ് ചെയ്തോ. ഒരു പൊറോട്ട എടുത്തേക്കാം. മൈദ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ കഴിക്കുന്നില്ല. പക്ഷെ ചിക്കൻ ഫ്രൈ ഞാൻ ഓക്കെ എടുക്കട്ടെ. ജസ്റ്റ് എടുത്ത്. അയ്യോ എനിക്കൊരു കുറച്ച് പൊടി എടുക്കണം. നല്ല സൈസ്. ഞാൻ ഇത് ലെഗ് എടുക്കുവാണേ. ആ പീസ് എനിക്ക് വേണമായിരുന്നു. എന്നാ നിങ്ങള് നമുക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. ലെഗ് നമുക്ക് ഇനിയും വറുത്ത് കിട്ടും. അതാണ്, ഇനിയും വേണം എന്തായാലും. പിന്നെ അല്ലാതെ ഇതൊന്നും പോരാ നമുക്ക്. എന്തായാലും ഒരു കാര്യത്തിൽ തീരുമാനമായി. ഇന്ന് നമുക്ക് എരിഞ്ഞ് മരിക്കാം. എനിക്ക് തോന്നുന്നു അടുത്ത ലെഗ്. എനിക്ക് തോന്നുന്നു ഒരു ലെഗും കൂടെ. ഞാൻ 3 പീസ് കഴിക്കും. ആ പൊടി മാത്രമല്ല ഒന്ന് എരിഞ്ഞ് തള്ളും ബ്രോ. ഞാൻ അവിടെ നിന്നൊക്കെ കഴിക്കാറുണ്ടായിരുന്നു. അഫ്സല് ഗൈസ്, ഈ ചിക്കൻ ഫ്രൈ ഒരു രക്ഷയില്ല. ഇതെൻ്റെ 3-മത്തെയോ 4-മത്തെയോ പീസല്ലേ ഗൈസ്. ഇതും കൂടെ ആകുമ്പം കുറച്ച് തിന്ന്. എന്തായാലും കൊള്ളാമായിരുന്നു ബ്രോ. ഈ സ്ഥലം കണ്ടുപിടിച്ച് തന്നതിന് എല്ലാം നന്ദി. ഈ ബ്രോനുമാണ്. നിങ്ങൾ സ്ഥിരം കഴിക്കുന്ന സ്ഥലമാണല്ലേ? ആണല്ലേ? മനസ്സിലായി. ചുരുക്കത്തിൽ പറഞ്ഞ ബ്രോന്റെ കട തന്നെ. സെറ്റല്ലേ? അങ്ങനെ ചിക്കൻ ഫ്രൈ ഒക്കെ കഴിച്ച് ഇറങ്ങി ഗായ്സ്. സത്യം പറയാലോ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ, അരവിന്ദ് ബ്രോ പറഞ്ഞ പോലെ തന്നെ ആയിരുന്നു. ഒരു വിഴുന്ന സ്റ്റൈൽ ചിക്കൻ ഫ്രൈ, പക്ഷെ അത്രയും സ്പൈസി അല്ല. എന്ത് അടിപൊളിയായിരുന്നു. പക്ഷെ ഇത് എൻഡിങ് ആയിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഔട്ട്രോന് സമയമായിട്ടില്ലായിരിക്കും. സോ ലെറ്റ്സ് വെയിറ്റ്. ഇത് നമ്മുടെ കൊമ്പൂച്ചയല്ലേ? ഇത് ഏതൊക്കെ ഫ്ലേവർ ഉണ്ട്? എനിക്ക് ബ്ലാക്ക് മതി. ബ്ലാക്ക് ഡീറ്റോക്സ്. ഗൈസ്, നമ്മൾ ഭയങ്കര ഹെവി ഫുഡൊക്കെ അടിച്ച്. ഇനി ഇത്രയും ഫുഡ് അടിച്ചാൽ നമ്മുടെ ഡൈജഷന് പ്രോബ്ലംസ് വരും. അപ്പം ആ ഡൈജഷന് പ്രോബ്ലംസ് കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ഐറ്റമാണ് എൻ്റെ കയ്യിലുള്ളത്. This is kombucha and this is kombucha guys. വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ആരാ സത്യത്തിൽ? അല്ല, ഇതായിട്ട് എന്ത് ബന്ധം? ഈ കൊമ്പൂച്ചയായിട്ട് എന്താണ് ബന്ധം? എന്നും കുടിക്കാറുണ്ട്. അത്ര ഉള്ള ബന്ധം. ഇനി റിവീൽ ചെയ്തോരും ബ്രോ. അടുത്ത പ്രാവശ്യത്തേക്ക് വെച്ചാൽ പോരെ. ഇനി അയ്യോ എന്താ റിവീലായി. ഗൈസ്, ഇതാണ് നമ്മുടെ കൊമ്പൂച്ച അല്ലേ? അതിൻ്റെ ഓണറാണ് ഇതാ ഈ കുടിക്കുന്നത്. ഹലോ അരുൺ ബ്രോ, ബിഗ് ഫാനാണ് നിങ്ങളെ കൊമ്പൂച്ചേൻ്റെ. ഒരു ഉറക്കില്ല. വൈകിട്ട് ഒരു സ്ട്രോങ് മാച്ച് അടിച്ചൊരു ഐ തിങ്ക് ഒരു 6:30 എന്തോ ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ടൊരു മാച്ച് ഞാൻ ഉണ്ടാക്കി. സാധാരണ ഒരു കപ്പിൽ ഒരു 3-4 ഗ്രാം ഒക്കെ ആയിരുന്നു ഞാൻ എനിക്കൊന്നൊരു 7 or 8 ഗ്രാംസ് ഇട്ട് ഉണ്ടാക്കി. 10 ഗ്രാം പ്രോബ്ലം അതിട്ട് ഉണ്ടാക്കി. ഞാനും സുഫിയാൻ എന്ന് പറഞ്ഞ നമ്മുടെ വീഡിയോ എടുക്കുന്ന പേരുണ്ടല്ലോ, അവനും കൊടുത്ത്. അവനും ഉറങ്ങിയില്ല. രാവിലെ 5 മണിയായപ്പോൾ ചേട്ടൻ ഉറങ്ങിയോ എന്ന് ചോദിച്ചിട്ട് ഞാനും അത് ഇത് ഉറങ്ങിയില്ല. പക്ഷെ ഫുൾ ഓണായിരുന്നു. നമ്മൾ സാധാരണ ഉറങ്ങാത്തപ്പോൾ ടൗൺ ആവുമല്ലോ. ഭയങ്കര ഇങ്ങനെ നല്ല വൈബിലായിരുന്നു. ഇതൊക്കെയാണ് മാച്ചയുടെ
ബെനിഫിറ്റ്സ്. അടുത്ത പ്രാവശ്യം വീഡിയോ എടുക്കുമ്പോൾ നല്ലൊരു മാച്ച ഉണ്ടാക്കാം. യെസ് പ്ലീസ്. ഹോം മെയ്ഡ് ഓട്ട് മിൽക്ക്, ഹോം മെയ്ഡ് മാച്ച, ഫസ്റ്റ് ക്വാളിറ്റി. സെറ്റാണ് അരുൺ ബ്രോ. അടുത്ത നമുക്ക് ഒരു മാച്ച സംഭവം ചെയ്യണം. അതെ, മാച്ച കേരളത്തിലധികം ആൾക്കാർക്ക് അറിയില്ലായിരിക്കും. അല്ല, എനിക്ക് തോന്നുന്നു ഇപ്പൊ മാച്ച വരെ ട്രെൻഡിങ് ആയില്ലേ ഇവിടെ? ട്രെൻഡിങ് ആയിരുന്നു, ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ്. പക്ഷേ കടകളിൽ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. കൊച്ചിയിലുണ്ട് കുറച്ച്. എനിക്കത് കേരളയിൽ ഇതുവരെ അത്ര ഇത് വന്നില്ലല്ലേ ആ കൾച്ചർ. ബാംഗ്ലൂർ വൻ കൾച്ചർ ആയില്ലേ? ബാംഗ്ലൂരിൽ ഇപ്പോൾ സക്കുര മാച്ച ബാർ, അത് 2-3 മാച്ച ബാർസ് ഉണ്ട്. മാച്ച മാത്രം കിട്ടുന്ന കടകൾ കൊച്ചിയിലൊന്നും തുടങ്ങിയത് ഞാൻ കേട്ടു. അതെ, ഞാൻ പറയുന്ന അരുൺ ബ്രോ, നിങ്ങൾ ഉടനെ തന്നെ ഇവിടെ ഒന്ന് തുടങ്ങി തരൂ മാച്ച. പൈസ ഇടുവോ? ഞാൻ ബ്രാൻഡ് അംബാസിഡർ ആവാം അരുൺ ബ്രോ. അപ്പോൾ ഗൈസ്, നമ്മുടെ യൂട്യൂബ് വ്ളോഗ് കൺക്ലൂഷനിലെത്തി. നല്ല ഡിന്നറൊക്കെ കഴിച്ച്. താങ്ക് യു അരുൺ ബ്രോ, അടിപൊളിയായിരുന്നു. അതെ, നമ്മുടെ കുബയ കൊമ്പൂച്ചന്റെ ഓണറാണ്. ഓൾറൈറ്റ്, അപ്പം until next time, see you. എന്ത് നല്ല വ്യൂ. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഇവിടെ ഒരാളുണ്ട് മൂത്രം ഒഴിക്കുന്നു. And back to the view.